അതിനിടെ കൊല്ലം ശക്തികുളങ്ങരയിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മറിഞ്ഞു. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പുലർച്ചെ പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 12 പേർ ഈ ബോട്ടിലുണ്ടായിരുന്നു. കൊല്ലത്ത് നിന്ന് ഷമീർ ശരിക്കാണ്. ഷമീർ, രണ്ട് വിഷയമാണ്. നമുക്ക് ആദ്യം ഈ കൊല്ലം ശക്തികുളങ്ങരയിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മറിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് ആദ്യം പോകാം. തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സേതുലക്ഷ്മി, എന്തായാലും ഭാഗ്യം കൊണ്ട് 12 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. നീണ്ടകര സ്വദേശി രാജുവിൻ്റെ ഉടമസ്ഥയുള്ള ഹല്ലേലൂയ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരയിൽപ്പെട്ട മറിയുകയായിരുന്നു. ഈ ബോട്ടിൽ തമിഴ്നാട് സ്വദേശികളും ആന്ധ്രാപ്രദേശ് സ്വദേശികളും മലയാളികളുമായിട്ടുള്ള ആളുകളായിരുന്നു. അവരെ ഉടൻ തന്നെ മറ്റ് ബോട്ടുകളിലുള്ള ആളുകൾ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. അവരെന്തായാലും പ്രാഥമിക ചികിത്സ ആശുപത്രിയിൽ തേടിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരുടെയും അപകടകരമായ നിലയൊന്നും ആർക്കും തന്നെ ഇല്ല. എല്ലാവരും രക്ഷപ്പെടുത്തിയെന്ന ആശ്വാസകരമായ വാർത്തയാണ് ആദ്യം പറയാനുള്ളത്. അതിനുശേഷം നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശക്തികുളങ്ങര ഹാർബറിലാണ്. തൊട്ടടുത്തായിട്ട് തന്നെയാണ് നേരത്തെ സൗണ്ട് ബൈറ്റിൽ വന്ന നീണ്ടകര ഹാർബർ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഹാർബറുകളിൽ 2 ഹാർബറുകളാണ്. ഏതാണ്ട് 1500-ലധികം മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പോകുന്ന ഹാർബർ. സാധാരണ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരം ബോട്ടുകൾ പുലർച്ചയോടുകൂടി മത്സ്യബന്ധനത്തിന് പോയാൽ ഉൾക്കടലിലൊന്നും പോകാതെ തന്നെ പരപ്പിലൊക്കെ എത്തി അത്യധികം വളരെയധികം മത്സ്യവുമായി എത്തുന്ന ഒരു കാഴ്ചയാണ് സാധാരണ ഈ ഹാർബറുകൾ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് കരിക്കാടിയും കഴന്തനും മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചിരിക്കുന്നത്. വലിയ നിരാശയാണ് ഹാർബറുകളിലേക്കുള്ളത്. 4ഉം 5ഉം ദിവസവും ഒക്കെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ ഇന്ന് രാവിലെയോടുകൂടി കടലിലേക്ക് പോയതേ ഉള്ളൂ. മറ്റ് ബോട്ടുകളൊക്കെ തന്നെ എത്തിയ ബോട്ടുകളിലൊക്കെ തന്നെ വലിയ നിരാശാജനകമായ കാഴ്ചയാണ്. എന്തായാലും ഹാർബറുകളിലൊക്കെ വലിയ പ്രതിഷേധവും അതിൽ തന്നെ ഉണ്ട്. കാര്യം എത്തുന്ന മത്സ്യത്തിന് വലിയ വില. നേരത്തെ തന്നെ ഒരു മത്സ്യത്തൊഴിലാളി പറയുന്നത് കേട്ടു, 6000 രൂപയാണ് ഒരു കുട്ട മത്സ്യത്തിന്. അതെങ്ങനെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ എത്തുന്ന മത്സ്യത്തെ ആശ്രയിച്ചാണ് കഴിഞ്ഞ 52 ദിവസവും മലയാളികൾ ഈ ഉച്ചഭക്ഷണം കഴിച്ചതെങ്കിൽ ഇനി നമ്മുടെ ഫ്രഷ് മീൻ, നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞ പോലെ ഫ്രഷ് മീൻ കഴിക്കാമെന്നൊരു ധാരണ അത് മാറുന്നതായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഈ ഹാർബറുകളിൽ കാണുന്ന കാഴ്ച. ഇനി ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം കുറച്ചധികം ബോട്ടുകൾ ഈ ഹാർബറിലേക്ക് എത്തും. അപ്പോഴെങ്കിലും കുറച്ച് മത്സ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികളുള്ള. അങ്ങനെ ഒരു കാത്തിരിപ്പിലാണ് ഈ ശക്തികുളങ്ങര ഹാർബർ. ഈ എനിക്ക് പുറകിലേക്ക് കാണുന്നത് വലിയ തിരക്കേറിയ ഒരു ഹാർബർ ആകേണ്ടതായിരുന്നു. ഇവിടെ കൂടുതൽ ആളുകൾ വരേണ്ട സ്ഥലമാണ്. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ ബോട്ടുകൾ കുറച്ചേ വന്നതുള്ളൂ. അത് നീണ്ടകരയിൽ വന്ന ബോട്ടുകളിലാണ് ഇത്തരത്തിൽ കരിക്കാടനും കഴന്തനുമൊക്കെ ലഭിച്ചത്. കുറച്ച് കിളിമീനുമൊക്കെയാണ് രാവിലെ ലഭിച്ചത്. അതും വലിയ വില കൊടുത്ത് മത്സ്യത്തെ ചെറുകിട തൊഴിലാളികൾ വാങ്ങിക്കൊണ്ടു പോകേണ്ട ഒരു സാഹചര്യം. വലിയ വില കൊടുത്ത് വാങ്ങി വീടുകളിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ, നമ്മളുടെ അടുക്കളകളിലേക്ക് എത്തുമ്പോൾ തന്നെ വലിയ പൈസയാകും. അതുകൊണ്ട് തന്നെ വലിയ നിരാശയെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇനി കൂടുതൽ ബോട്ടുകൾ വരും മണിക്കൂറുകളിൽ എത്തിയാൽ മാത്രമേ ഈ ഹാർബറുകളിൽ ഉണർവ് ഉണ്ടാവുകയുള്ളൂ. ഒരു ചാകര എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നിലവിൽ ഹാർബറുകൾ എത്തിയിട്ടില്ല. സേതുലക്ഷ്മി. ഓക്കെ ഷമീർ, ഇപ്പോൾ നിരാശയാണ് ഫലം. ഈ ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇനി തൊട്ട് മത്സ്യങ്ങൾക്കൊക്കെ കുറച്ച് വില കുറഞ്ഞ് കിട്ടുമെന്നൊക്കെയായിരുന്നു പ്രതീക്ഷ. കാരണം ഈ മത്തിക്കൊക്കെ ഭയങ്കര വിലയാണ്. മത്തിക്ക് 360 രൂപയാണ് തോന്നുന്നു 1 കിലോ മത്തി. കാരണം ഇന്നലെ ഞാൻ 1/2 കിലോ മത്തി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം 180 രൂപയായിരുന്നു 1/2 കിലോ മത്തിയുടെ വില. അപ്പോൾ ഇന്ന് തൊട്ട് ഇനി മത്സ്യങ്ങൾക്കൊക്കെ ഈ വില കുറച്ച് കിട്ടും എന്നൊക്കെയായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള മീൻ സ്നേഹികളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ അതും അസ്ഥാനത്താവുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. വരും ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഇനി ആദ്യത്തെ ദിവസം ഒന്ന് സെഡായെങ്കിലും അടുത്ത ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് ഒത്തിരി മീനുകളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം.